So this is the third session. അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം തന്നെ നേരത്തെ ചെയ്ത പോലെ I had downloaded this particular data set in my downloads and I am reading it using the read CSV. അല്ലെങ്കിൽ നമുക്ക് ഈ ചെയ്തപോലെ നമ്മുടെ ഇമ്പോർട്ട് ഡാറ്റ സെറ്റിൽ പോയിട്ട് അതിൽ കൂടെ ചെയ്യാൻ പറ്റും. അത് ചെയ്യാൻ എല്ലാവർക്കും ഇപ്പോൾ അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ഈ ഇമ്പോർട്ട് ഡാറ്റാബേസിൽ പോയിട്ട് ഫ്രം ടെക്സ്റ്റ് കൊടുത്തിട്ട് എവിടെയാണോ നമ്മുടെ ഡാറ്റാബേസ് ഇരിക്കുന്നത്, അപ്പോൾ ഇതിലാണെങ്കിൽ എൻ്റെ ഡൗൺലോഡ്സിലാണ്. അപ്പോൾ അതിൽ പോയിട്ട് ഈ COVID-19 എന്നുള്ളത് കാണിച്ചിട്ട് ഓപ്പൺ പറയുമ്പോൾ അതിവിടെ ആദ്യം ഈ വിൻഡോയിൽ കാണിക്കും വാട്ട് ആർ ദി വേരിയബിൾസ് എന്നൊക്കെ ഉള്ളത്. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ കാലിഫോർണിയ സ്റ്റേറ്റിലുള്ള കോവിഡ് ഡാറ്റയാണ്. ഇത് അഗെയിൻ ഇറ്റ്സ് നോട്ട് കറണ്ട് ഡാറ്റ എന്ന് തോന്നുന്നു, ഒത്തിരി ഡേറ്റഡ് ആണ്. പക്ഷേ ഇറ്റ് ഈസ് ഗിവൺ ബൈ ഡേറ്റ് ആൻഡ് കൗണ്ടി. കൗണ്ടി എന്ന് പറയുന്ന അവരുടെ നമ്മുടെ ഡിസ്ട്രിക്ട് പോലെയുള്ള ഒരു സാധനമാണ്. There are about 60 counties in California. So each there are several columns. Confirmed cases, deaths, positive. Are they confirmed positive? I think positive is just positive. Confirmed അത് കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് വല്ലതും ആയിരിക്കും. സസ്പെക്റ്റഡ് ഉണ്ട്, പിന്നെ ICUവിൽ പോയവരുടെ എണ്ണമൊക്കെ ഉണ്ട്. അപ്പോൾ വിൽ try to do something with this. So ഇത് അതാണ് ഞാൻ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് as I have shown you before, you can just import. അപ്പോൾ ഞാൻ already I have done that, so I'm not going to do it again. അപ്പോൾ അതാണ് this is the other. അപ്പോൾ അത് കഴിഞ്ഞിട്ട് immediately what I have done is data എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റിലേക്ക് ഈ COVID-19 ഡാറ്റയെ കോപ്പി ചെയ്തേക്കുന്നു. അതിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. കാരണം COVID-19 എന്ന് പറയുന്നത് അവിടെ കിടക്കും. അത് നമ്മുടെ that is a kind of a reference or authentic data. ഡാറ്റ എന്ന് പറയുന്നതിനെ നമുക്ക് ഇഷ്ടം പോലെ മാനിപ്പുലേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാലും നമ്മുടെ മെയിൻ ഡാറ്റ അത് അഫക്റ്റ് ചെയ്യില്ല. അതിനുവേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അതിപ്പോൾ ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല. യു കൻ വർക്ക് വിത്ത് ദിസ്. ബട്ട് അതിന്റെ ഒരു പ്രോബ്ലം ഉണ്ട്. നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോഴും ഈ ഡാറ്റ ചിലപ്പോൾ ഈ ഡാറ്റാബേസിന്റെ പേരൊക്കെ വളരെ വലുതാണെങ്കിൽ ഓരോ തവണ അത് ടൈപ്പ് ചെയ്യേണ്ടി വരും. അതിൽ വേദം വെറുതെ ഡാറ്റ എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്കത് എളുപ്പം ചെയ്യാൻ പറ്റും. പിന്നെ നാച്ചുറലി വി നീഡ് ടൈഡി വേർഡ്സ് ആൻഡ് റൂബ്രിഡേറ്റ്. അത് രണ്ടും ഞാൻ ഇൻവോക്ക് ചെയ്യണം ലൈബ്രറി കമാൻഡ് വെച്ചിട്ട്. അപ്പോൾ അത് രണ്ടും നമുക്ക്, അപ്പോൾ അതിലാദ്യം നമ്മൾ ഗ്ലിംസ് ഡാറ്റ, ദിസ് ഇസ് എ ടൈഡി വേർഡ്സ് കമാൻഡ്. ഗ്ലിംസ് ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇതിന്റെ ഡീറ്റെയിൽസ് കിട്ടും. There are 4011 rows and 8 columns. Columns എന്ന് പറയുന്നതാണ് നമ്മുടെ വേരിയബിൾസ്. അപ്പോൾ ഇതിൽ ഞാൻ ഇത് ഒന്നുകൂടെ ചെയ്യാം, കാരണം അതിൽ ഞാൻ കുറച്ച് വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. സോ ഐ വിൽ import again and then I will show you. ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഇതുപോലെ ആയിരിക്കും കാണുന്നത്. അപ്പോൾ അതിൽ ഓരോ അവർ കൊടുത്തിട്ടുള്ള കോളം നെയിംസ്, അതായത് വേരിയബിൾ നെയിംസ് തന്നെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ആറിലൊരു ഒറിജിനൽ റൂൾ ഉണ്ട്. വെൻ യു ഗിവ് എ കോളം നെയിം ഓർ എ വേരിയബിൾ നെയിം, യു കനോട്ട് ഹാവ് സ്പേസസ് ഓർ എനി സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്. ഓൺലി സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് അലൗഡ് ആർ one is a underscore, the other is a period or dot. അപ്പോൾ ഇതിൽ പുതിയ ടൈഡി വേർഡ്സ് ഒക്കെ വന്നപ്പോൾ അവരതിനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ആക്ച്വലി യു ക്യാൻ ഗിവ് എനി നെയിം, ബട്ട് ഓൺലി തിങ് ഈസ് ഇറ്റ് വിൽ കം വിതിൻ ദീസ് ടിക്ക് മാർക്സ്. ദീസ് ആർ ടിക്ക് മാർക്സ്. ഇതിന്റെ പേരിന്റെ അപ്പുറം ഇപ്പുറം കാണുന്നത് കോട്ട് അല്ല, ടിക്ക് മാർക്കാണ്. ടിക്ക് മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ എക്സ്ട്രീം ലെഫ്റ്റിലുള്ള ഏറ്റവും ടോപ്പ് ഒന്നിന്റെ ഇടതുവശത്തുള്ള ഒരു കീ ഉണ്ട്, അതാണ് ടിക്ക് മാർക്ക്. വിതൗട്ട് ഷിഫ്റ്റ് അത് കൊടുത്തു കഴിഞ്ഞാൽ ടിക്ക് മാർക്ക് കിട്ടും. ടിക്ക് മാർക്കിന്റെ ഇടയിലാണ് പേര് കൊടുത്തത്. അപ്പോൾ ടിക്ക് മാർക്കിന്റെ പേര് ഇടയിൽ നമുക്ക് ഏത് പേര് വേണമെങ്കിൽ കൊടുക്കാം. സോ ദാറ്റ് ഇസ് വൈ ഓൾ ദീസ് നെയിംസ് ഹാവ് കം വിതിൻ ടിക്ക് മാർക്സ്. അപ്പം അങ്ങനെ ഇതിൽ നമുക്ക് ഓരോന്നും വാട്ട് ടൈപ്പ് ഓഫ് വേരിയബിലിറ്റീസ് ഇറ്റ് ഇസ് ഗിവൺ. സോ ദ കൗണ്ടി നെയിം ആസ് ഓഫ് കോഴ്സ് എക്സ്പെക്ടഡ് ഇസ് ക്യാരക്ടർ or a string variable. അതൊരു പേരാണ്. റീസെന്റ് ഡേറ്റ് എന്നുള്ളതും ഇതിൽ വരുമ്പോൾ ഇറ്റ്സ് കമ്മിങ് ആസ് എ ക്യാരക്ടർ. സോ വി മേ ഹാവ് ടു കൺവേർട്ട് ദാറ്റ്. അപ്പോൾ അതും കോഡ്സിലാണ് വരുന്നത്. പിന്നെ ബാക്കിയെല്ലാം മിക്കവാറും
numbers on. So that is why, as I told you, one of the variable types is double. Double is the most common, I think, variable type probably. That is what contains the decimal kind of numbers. You can give any number as a double. Sometimes it is also called a numeric. So അപ്പോൾ ഇതിൽ ഞാൻ അടുത്ത് കാണിക്കാൻ പോകുന്ന കാര്യങ്ങൾ called indexing and subsetting. That is, suppose you have a data set, അതിൽ നിന്ന് ചിലത് മാത്രം മാറ്റിയെടുക്കാനുള്ള ചില കോഡ്സ് ഉണ്ട്. These are all from the base R. ഇപ്പൊ നമുക്ക് ആദ്യത്തെ കോളംസ് 1 to 3 മാത്രം എടുക്കണമെങ്കിൽ you type like this: data square bracket. Square bracket in R always conveys indexing. അതായത് ആ ഡാറ്റയ്ക്കകത്ത് ഏത് പൊസിഷനിലുള്ള ഡാറ്റ നമ്മൾ സബ്സെറ്റ് ചെയ്യണം, അതിൽ നിന്ന് എടുത്ത് വേറെ ആക്കുകയാണ്. അപ്പോൾ ഇതിലിപ്പോൾ ഒരു കോമ കാണാം. ആൻഡ് കോമയുടെ ലെഫ്റ്റ് സൈഡിൽ, അതായത് ഫസ്റ്റ് പൊസിഷൻ വിതിൻ ദ സ്ക്വയർ ബ്രാക്കറ്റ് belongs to the row number. Second position belongs to column number. അപ്പോൾ ഈ row number വെറുതെ വിട്ടിരിക്കുന്നതുകൊണ്ട് what it means is you select all the rows but columns 1 to 3. Essentially what it means is select columns 1 to 3. അപ്പോൾ ഇത് നമ്മൾ റൺ ചെയ്യുമ്പോൾ get first 3 columns മാത്രമായിട്ട് ഇങ്ങനെ കിട്ടും. അതാണ് കോളം സെലക്ട് ചെയ്യാൻ. ഇതുപോലെ നമുക്ക് എത്ര കോളം വേണമെങ്കിലും സെലക്ട് ചെയ്യാം. Within the data set, how to select columns എന്നുള്ളതാണ് ഇത്. This is the basic R code for that. It's called subsetting. And similarly for rows you can ഒരു 4000 റോ ഉണ്ട്. അപ്പോൾ നമ്മൾ 2001 to 2025 25 റോസ് എടുക്കാൻ പോവാണ്, just as a subset. So you can put like this within the square bracket 2001 to 25 comma and then leave the column space free. അപ്പോൾ അത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എല്ലാ റോസും ഇല്ല, ഓൺലി ദീസ് റോസ് ബട്ട് ഓൾ കോളംസ് വിൽ കം. അല്ല, ഇനി നമുക്ക് കോളവും റോയും രണ്ടും സബ്സെറ്റ് ചെയ്യണമെങ്കിൽ യു ക്യാൻ ഗിവ് ലൈക്ക് ദിസ്: ഡാറ്റ ഫസ്റ്റ് പൊസിഷൻ belongs to rows 3000 3010 comma then columns 2 and 3 C2 3. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ 2 3 എന്നുള്ള കോളത്തിലുള്ള 3000 മുതൽ 3010 വരെയുള്ള റോസ് നമുക്ക് സബ്സെറ്റ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഇസ് ഹൗ ആക്ച്വലി വാട്ട് യു ക്യാൻ ഡു ഇസ്, ഇതിങ്ങനെ നമ്മൾ സബ്സെറ്റ് ചെയ്തിട്ട് if you want to create that into another small data set which you want to work with, you can assign it to a small another name for data subset 1 subset 2 എന്നൊക്കെ പറഞ്ഞതിനെ നമുക്ക് മാറ്റാം. അപ്പം അതിന് വേണ്ടി മാത്രമാണ് നമ്മൾ അതിൽ മാത്രം വർക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. വലിയ ഡാറ്റ സെറ്റിൽ നിന്ന് ചെറു സോ ദാറ്റ് യു ഹാവ് more convenience. അങ്ങനെ ചെയ്യാൻ വേണമെങ്കിൽ അസൈൻ ചെയ്യണം. Now we have not assigned. If you run the command, it will only show you what it is or just show you in the console. അപ്പോൾ അത് സേവ് ചെയ്യത്തില്ല. സേവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതുപോലെ ചെയ്യണം. You have to assign that into an object. ആ ഒബ്ജക്റ്റിന്റെ പേര് നമുക്ക് വേറെ ഏതെങ്കിലും പേര് കൊടുക്കാം. And one thing you have to remember in R is that if you give the same name, of course this is true probably for any language, if you give the same name, it will just wipe out the old one and write the new. But data എന്ന് തന്നെ നമ്മൾ ഇതിന് കൊടുക്കുകയാണെങ്കിൽ പഴയ ഡാറ്റ അവിടെ നിന്ന് പോകും. ഡാറ്റ എന്നുള്ള പേരിൽ പണ്ടുണ്ടായിരുന്ന സാധനത്തിനെ മാറ്റിട്ട് ഇത് മാത്രമായിട്ട് എഴുതും. ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു ആസ്ക് യു ലൈക്ക് നമ്മുടെ ഈ കമേഴ്ഷ്യൽ പല സോഫ്റ്റ്വെയർ SPSS-ലൊക്കെ ഉള്ള പോലെ ഡു യു റിയലി വാണ്ട് ടു ഡു ഇറ്റ് എന്നൊക്കെ പറഞ്ഞുള്ള ചോദ്യങ്ങളോ ഉത്തരങ്ങളോ ഒന്നുമില്ല. അത് നമ്മൾ പറയുന്നത് അങ്ങ് ചെയ്യും. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു റിമെമ്പർ. So this is how you subset things. The അടുത്ത command I have already shown you. This is for looking for missing values. That is this particular command, apply data to. To, as I said, refers to the column position. And you are saying this is a function. You're defining the function x, and the function is length of x, where x is NA. NA means missing. So length is NAX means, so here also we are using the square bracket. അതായത് wherever x is NA, please take that out and find out the length. അതാണ് ഇതിൽ പറയുന്നത്. And apply this by column. So അപ്പോൾ നമ്മൾ ഇത്
റൺ ചെയ്താൽ നമുക്ക് എവിടെയൊക്കെ ഏതൊക്കെ വേരിയബിളിൽ മിസ്സിംഗ് വാല്യൂസ് ഉണ്ടെന്ന് അറിയാം. അപ്പോൾ ഇതിൽ നോക്കി കഴിയുമ്പോൾ കൗണ്ടി നെയിം ദർ ഇസ് നോ മിസ്സിംഗ് വാല്യൂ, ഡേറ്റിലില്ല, കൗണ്ട് കൺഫേം ദർ ഇസ് 1 മിസ്സിംഗ് വാല്യൂ, ടോട്ടൽ കൗണ്ട് 1 മിസ്സിംഗ് വാല്യൂ, COVID-19 പോസിറ്റീവ് പേഷ്യൻസ് എന്ന് പറഞ്ഞതിൽ 25 ഉണ്ട്. അപ്പം അങ്ങനെ ഓരോന്നിലും എത്ര മിസ്സിംഗ് വാല്യൂ ഉണ്ടെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇതെല്ലാം ഒരേ ഇതിലാണെന്നില്ല, പലതിലായിട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. സോ വി നോ ദ നമ്പർ ഓഫ് മിസ്സിംഗ് വാല്യൂ വിതിൻ ഈച്ച് വേരിയബിൾ ഓർ ഈച്ച് കോളം. അതാണ് ഈ അപ്ലൈ ഫംഗ്ഷന്റെ ഒരു advantage. So you can look at the data, you can understand, because ഈ വലിയ ഡാറ്റ സെറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് സ്കാൻ ചെയ്ത് നോക്കാനൊന്നും പറ്റില്ല. So we can just write this function to find out which are the missing values. So now you are careful. Where are the most missing values? നമുക്കറിയാം കൂടുതലും ഉള്ളത് ഈ പോസിറ്റീവ് പേഷ്യൻസും പോസിറ്റീവ് ICU പോസിറ്റീവ് പേഷ്യൻസിലൊക്കെയാണ്, സസ്പെക്റ്റഡ് പേഷ്യൻസിലും. So the other things are fairly totally available. Then, as I told you, you can also use the summary data command. Summary എന്ന് അടിച്ചു കഴിയുമ്പോൾ നമുക്ക് ഓരോന്നിൻ്റെ ഒരു സമ്മറി, ഓരോ വേരിയബിളിൻ്റെയും ഒരു സമ്മറി വരും. ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് ടൈപ്പ് ഓഫ് വേരിയബിൾ ഇറ്റ് ഇസ്. ഇപ്പോൾ ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ നോട്ട് ഗിവ് യു മച്ച് ഡീറ്റെയിൽ, ഇറ്റ് വിൽ ജസ്റ്റ് ടെൽ യു വാട്ട് ഇസ് ദ ലെങ്ത് ആൻഡ് ജസ്റ്റ് ദാറ്റ് ഇറ്റ് ഇസ് എ ക്യാരക്ടർ വേരിയബിൾ. അതിൽ വേറൊന്നും പറയാനില്ല, അതുകൊണ്ടാണ്. പക്ഷെ ഇതിലിപ്പോ നമ്പർ ആണെങ്കിൽ അത് മിനിമം എത്രയാണ്, മാക്സിമം എത്രയാണ്, മീഡിയൻ എത്രയാണ്, മീൻ എത്രയാണ്, ഫസ്റ്റ് ആൻഡ് തേർഡ് ക്വാർട്ടൈൽസ്. ക്വാർട്ടൈൽസ് ഐ സപ്പോസ് യു നോ വാട്ട് ഇസ് എ ക്വാർട്ടൈൽ. നമ്മൾ പെർസെന്റൈൽ വാല്യൂസ് 1 to 100 വരെ ഇതിനെ ആദ്യത്തെ മുതൽ അവസാനത്തെ വരെ അക്കോർഡിംഗ് ടു ദ മാഗ്നിറ്റ്യൂഡ് നിരത്തി നിർത്തുകയാണെങ്കിൽ the first quartile will have the 25% of value, second quartile will have the next 25%, third quartile will have the next 25%. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മീഡിയൻ എന്ന് പറയുന്നത് 50th percentile, where it actually divides the data into 2 halves. സോ ഇതിലിപ്പോൾ ഒരു കാര്യം നമുക്ക് നോട്ട് ചെയ്യാവുന്നത്, ഇപ്പോൾ ടോട്ടൽ കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് എ, ഇപ്പം സ്റ്റാറ്റിസ്റ്റീഷ്യൻസ് ഭാഷയിൽ പറയുകയാണെങ്കിൽ ദിസ് ഇസ് എ സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ. മീഡിയനും മീനും വളരെ വ്യത്യാസമുണ്ട്. സോ ദർ ആർ, ബിക്കോസ് ആസ് ദ ഡേയ്സ് ഗോ അലോങ് യു നോ നമ്പർ ഓഫ് കേസസ് കൂടി വരികയാണ്. അപ്പോൾ അതുകൊണ്ട് ദ മീൻ ഇസ് പുള്ളിങ് ഇറ്റ്, ഐ മീൻ ദി ഹയർ നമ്പർ ഇസ് പുള്ളിങ് ദ മീൻ ടുവേർഡ്സ് ദി higher number, that is 1043 ആണ് മീൻ. പക്ഷേ മീഡിയൻ ഇസ് ഓൺലി 67.5 എന്നുള്ളതിന് താഴെയാണ് 50% ദിവസങ്ങളിലും ഉണ്ടായിട്ടുള്ള കൗണ്ട് എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അതുപോലെയുള്ള ഒരു ഓവറോൾ ഐഡിയ കിട്ടും. ബട്ട് വൺ തിങ് ഇറ്റ് ഡസൻ ഗിവ് ഈസ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ ദർ ആർ അതർ കമാൻഡ്സ് ഐ ടെൽ യു. അപ്പോൾ ഇതിൽ NA ഉണ്ടെങ്കിൽ, മിസ്സിംഗ് ഉണ്ടെങ്കിൽ അതും ഇതിൽ റിപ്പോർട്ട് ചെയ്യും. NA is 25. ഈ പർട്ടിക്കുലർ variable there are 25 missing values. That is also reported. So summary is a very convenient command. Always you have to look at the summary. പിന്നെ നമുക്ക് വേറെ ചില കമാൻഡ്സ് ഉണ്ട്. ഇപ്പോൾ സ്ലൈസ് ഹെഡ് അല്ലെങ്കിൽ ഹെഡ് ഒന്ന് മാത്രം അടിച്ചാലും വരും. അപ്പോൾ ടോപ്പ് മാത്രം വരാനായിട്ട് ഹെഡ് അടിച്ചു നോക്കാം. അതുപോലെ തന്നെ ടെയിലും അതുപോലെ ചെയ്യാം. സംശയം, ഈ ഇപ്പൊ ലൈൻ ബൈ ലൈൻ ആയിട്ട് സ്ക്രിപ്റ്റിൽ പോകുമ്പോ ആ പൊസിഷനിൽ മൗസ് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് റൺ ചെയ്യുമ്പോഴാണോ ഈ പ്രോഗ്രാം മാറി മാറി റൺ ചെയ്തിരിക്കുന്നത്? അതെ, ഞാൻ ഓൾറെഡി ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുക. കാരണം ഇപ്പൊ ടൈപ്പ് ചെയ്ത അതെ. അല്ല, എനിക്ക് സംശയം എന്താ വെച്ചാൽ ആ സ്ക്രിപ്റ്റ് ഫയലിൽ ഈ കമാൻഡുകളെല്ലാം ഒന്നിച്ചുണ്ടല്ലോ. ഉണ്ട്. ഞാൻ ഓരോ ലൈനിൽ വെച്ചിട്ട് റൺ ചെയ്യുമ്പോൾ ആ ലൈൻ മാത്രം, ആ പർട്ടിക്കുലർ ലൈൻ മാത്രം. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഫയലിൽ ക്ലിക്ക് ചെയ്തിട്ട് റൺ ചെയ്താൽ എല്ലാം കൂടെ വരും. ഹൈലൈറ്റ് ചെയ്തിട്ട് അതായത് ആ പർട്ടിക്കുലർ ലൈൻ മാത്രമായിട്ട് റൺ ചെയ്യാൻ പറ്റും. അതെ, കഴ്സർ ഉള്ള ലൈൻ മാത്രം റൺ ചെയ്യും. ലൈൻ എന്ന് പറഞ്ഞാൽ ആ കമാൻഡ് കംപ്ലീറ്റ്, ഈവൻ ഇഫ് ഇറ്റ് ഇസ് 2 or 3 lines it will run. കഴ്സർ ഏത് കമാൻഡിലാണോ ഇരിക്കുന്നത് അതാണ് റൺ ചെയ്യുന്നത്. പിന്നെ
ഇതിലിപ്പോ മിനിമം ഇങ്ങനെ ചില സൗകര്യങ്ങളുണ്ട്. സ്ലൈസ് മിൻ എന്ന് പറഞ്ഞാൽ സ്ലൈസ് മിൻ ഡാറ്റ ഓർഡർ ബൈ ടോട്ടൽ കൗണ്ട് എന്ന് പറഞ്ഞാൽ ടോട്ടൽ കൗണ്ട് കൺഫേംഡ് എന്നുള്ള വേരിയബിളിന്റെ ഏറ്റവും മിനിമം ഉള്ള 2 എണ്ണം എടുത്തിട്ട് അതിനെ കാണിക്കാൻ പറയാണ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആക്ച്വലി 10 എണ്ണം കിട്ടും. ദാറ്റ് ഇസ് ബിക്കോസ് മിനിമം എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ 0 ഉള്ള ഒരുപാടുണ്ട്, 1 2 ഒന്നും അല്ല. അപ്പൊ അതുകൊണ്ട് അതിന് കൃത്യമായിട്ട് 2 എണ്ണം കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് എല്ലാം കാണിക്കും. നേരെ മറിച്ച് മാക്സിമം എടുക്കുകയാണെങ്കിൽ, സ്ലൈസ് മാക്സ് എടുക്കുകയാണെങ്കിൽ 2 എണ്ണം മാത്രമായിട്ട് കിട്ടും. മാക്സിമം ഉണ്ടായ 2 കേസസ് ഉണ്ടായ 2 ലോസ് ആഞ്ചലസിലാണ്. 6/7/2020, 6/6/2020. അതായത് ഇപ്പൊ അമേരിക്കൻ ഡേറ്റ് ആണെന്ന് തോന്നുന്നു. I think the month is the first. ഡേറ്റ് അതെ എന്ന രീതിയിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇതിങ്ങനെ കാണിക്കുന്നത്. അപ്പൊ പിന്നെ വേറൊന്നുണ്ട്, സാമ്പിൾ ചെയ്യാം നമുക്ക് വെറുതെ. ഇപ്പൊ സപ്പോസ് യു വാണ്ട് ടു ടേക്ക് എ റാൻഡം സാമ്പിൾ ഫ്രം ദ ഡാറ്റ, യു ക്യാൻ ടേക്ക് അഗൈൻ ബൈ ദിസ് കമാൻഡ് കോൾഡ് സ്ലൈസ് സാമ്പിൾ. അപ്പം ഒരു 25 റാൻഡം സാമ്പിൾ ഇതിന്റെ വി കൻ. വലിയ ഡാറ്റ സെറ്റ് ആണെങ്കിൽ വെറുതെ ഒന്ന് റാൻഡം ആയിട്ട് എടുത്ത് നോക്കണമെങ്കിൽ ഇതുപോലെ എടുത്ത് നോക്കാൻ പറ്റും. പിന്നെ ലാസ്റ്റ് ആയിട്ട് 1-2 കാര്യങ്ങൾ ഇതിന്ന് പോകുന്നതിന് മുമ്പ്, വൺ ഈസ് നെയിംസ് എന്നൊരു കമാൻഡ് ഉണ്ട്. നെയിംസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഗിവ്സ് യു ദ നെയിംസ്, ദാറ്റ് ഈസ് കോളം നെയിംസ് മാത്രം നമുക്ക് തരും. സോ യു നോ വാട്ട് ആർ ദ വേരിയബിൾസ് യു ആർ ഡീലിംഗ് വിത്ത്. And there is another command if you want to convert to lower, that is all the this contains a lot of higher case letters, capitals ഉണ്ട്. അപ്പോൾ നമുക്ക് R is very case sensitive, so when you type the command ഈ lower case upper case ഒരു കൺഫ്യൂഷൻ ആണ്. അതുകൊണ്ട് എല്ലാം കൂടെ lower case ആക്കുന്നത് പലപ്പോഴും സൗകര്യമാണ്. So that is if you say to lower names data, all the names will be converted to lower case. അപ്പൊ അത് എടുത്തു കഴിഞ്ഞു. Then now you can cross check whether it is true. Now you have all the names as lower case letters or words. So these are the some very so I think I'll stop here and you can raise any doubts so far. ഇപ്പൊ പറഞ്ഞതായിട്ടാണ് ചോദ്യം. ഇപ്പൊ പറഞ്ഞ നെയിംസ് റീനെയിം ചെയ്യുന്ന ഒരു ഓപ്ഷൻ പറഞ്ഞല്ലോ, ലോവർ കേസ് ആക്കി മാറ്റുന്നത്. അത് സംഭവിക്കുന്ന വർക്കിംഗ് ഡയറക്ടറിയിലാണോ അതോ നമ്മുടെ സോഴ്സ് ഫയലിലാണോ? ഓക്കെ, ഐ തിങ്ക് അത് നമ്മുടെ ഇതിന്ന്, അതായത് ഈ സത്യം പറഞ്ഞാൽ അത് എനിക്ക് ഇമ്പോർട്ട് ചെയ്ത ഡാറ്റയിലാണ് സംഭവിക്കുന്നത് അല്ലേ? അതെ അതെ, മെമ്മറിയിലുള്ള ഫയലിലായിരിക്കുമല്ലോ, ഡേറ്റയിലായിരിക്കുമല്ലോ. ഒറിജിനൽ ഫയലിലൊന്നും അഫക്ട് ചെയ്യാൻ സാധ്യതയില്ല. ഇല്ല, ഒറിജിനൽ ഫയലിൽ അഫക്ട് ചെയ്യില്ല. ഒറിജിനൽ ഫയലിൽ അഫക്ട് ചെയ്യില്ല. അപ്പൊ നമ്മൾ ഒന്നുകൂടെ റൺ ചെയ്താൽ പഴയത് തന്നെ ആയിരിക്കും. പഴയ സ്റ്റാർട്ട് അഗൈൻ. ചോദിച്ചെന്താന്ന് വെച്ചാൽ ഇത് നമ്മൾ പിന്നീട് എക്സ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതേ ഫോർമാറ്റിൽ. അതെ അതെ. അപ്പൊ ഇത് ഇനി എക്സ്പോർട്ട് ചെയ്യുമ്പോ ഈ പേരെല്ലാവരും കിടക്കും. വേറെ എന്തെങ്കിലും ഉണ്ടോ? സ്ലൈസ് ഡാറ്റ ഒരു പ്രത്യേക ഫംഗ്ഷൻ പ്രത്യേക ലൈബ്രറിയിലുള്ളതാണോ? ഞാൻ അത് അടിച്ചിട്ട് നോട്ട് ഫൗണ്ട് എന്ന് കണ്ടല്ലോ. സ്ലൈസ് ടൈഡിവേഴ്സ് ഉണ്ടെങ്കിൽ അത് കിട്ടേണ്ടതാണ്. ടൈഡിവേഴ്സ് സ്ലൈസ് ഇല്ലെങ്കിലും കിട്ടുമെന്നല്ലേ പറഞ്ഞത്? സ്ലൈസിൽ ഹെഡ് മാത്രം ഇട്ടാൽ ഹെഡും ടൈലും എടുക്കാൻ പറ്റും. പിന്നെ സാമ്പിൾ എന്ന് പറഞ്ഞ പഴയൊരു കമാൻഡ് ഉണ്ട്, അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. സാമ്പിളിന് മിനിമം വെറുതെ മിനിമം മാക്സിമം ഒക്കെ എടുത്താലും നമുക്ക് കിട്ടും. പക്ഷെ അതിൽ മിനിമം ഓരോ വേരിയബിളിന്റെ മിനിമം മാക്സിമം ആയിട്ട് എടുക്കാൻ പറ്റും. മിനിമം മാക്സിമം ഒക്കെ ലൈബ്രറി ടൈഡിവേഴ്സ് ഇമ്പോർട്ട് ചെയ്ത് കാണത്തില്ല, അതായിരിക്കും ആ ഫംഗ്ഷൻ നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞു. അതെ അതെ, അതാണ് ഞാൻ പറഞ്ഞത്. ടൈഡിവേഴ്സ് ഉണ്ടെങ്കിൽ അത് കിട്ടേണ്ടതാണ്. ടൈഡിവേഴ്സ് കമാൻഡ് അത് റൺ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഷുവർ ആണോ? ഇന്ന് റൺ ചെയ്തു. അത് കംപ്ലീറ്റ് ആയോന്ന് സംശയമുണ്ട്. ഒന്നുകൂടെ ട്രൈ ചെയ്യാം. അല്ല, ഇതിലെ ടൈഡിവേഴ്സിന്റെ അതിന്റെയൊക്കെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ആറില് സപ്പോസ് നമ്മളിപ്പോ കഴിഞ്ഞ ദിവസത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ക്വിറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ മെമ്മറിയിലുള്ള പാക്കേജ് ഒക്കെ പോകും. പിന്നെ രണ്ടാമത് ചെയ്യുമ്പോൾ നമ്മൾ വി ഡോണ്ട് ഹാവ് ടു റീ ഇമ്പോർട്ട്, ബട്ട് വി ഹാവ് ടു
do the library command once again. Okay. Yeah. അത് ഓർക്കണം എപ്പോഴും. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കിടക്കേണ്ടതാണ്. പക്ഷേ ലൈബ്രറി അടിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അത് വർക്കബിൾ ആയിരിക്കില്ല. അങ്ങനെ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കും. മനുവിനൊരു സംശയം. അദ്ദേഹം ഇത് റൺ ചെയ്യുന്ന സമയത്ത് ഹൈഫൻ അണ്ടർസ്കോർ ഒക്കെ ഡോട്ട് ആയിട്ട് മാത്രം റീഡ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ഉദാഹരണത്തിന് റീഡ് അണ്ടർസ്കോർ CSV എന്നുള്ളത് റീഡ് ഡോട്ട് CSV എന്നാണ് അദ്ദേഹം. ഓൾ സ്പേസസ് ആർ റെഡ് ബൈ ഡോട്ട് എന്നതാണ്. ഒരു പീരിയഡ് കൊണ്ട് സെപ്പറേറ്റ് ചെയ്യപ്പെടും. റീഡ് ഡോട്ട് CSV എന്ന് വേറെ ഒരു കമാൻഡ് ഉണ്ട്. അതുകൊണ്ട് അത് രണ്ടാണ്. അത് റീഡ് ഡോട്ട് CSV ഇസ് എ ബേസ് കമാൻഡ്. അതിൽ പക്ഷെ അത് ഇറ്റ് വിൽ ഓൾസോ വർക്ക്. പക്ഷെ അതിൽ ചെറിയ പ്രോബ്ലംസ് ഉണ്ട്. അത് ക്യാരക്ടർ വേരിയബിൾസിനെ അത് ഫാക്ടർ ആക്കി കമ്പൽസറി ആയിട്ട് മാറ്റുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് അതിന് സ്ട്രിങ്സ് ആസ് ഫാക്ടേഴ്സ് ഈക്വൽസ് ഫാൾസ് ഒക്കെ കൊടുക്കണം. അപ്പൊ അതിനേക്കാളും അദ്ദേഹത്തിന്റെ പ്രശ്നം നമ്മള് എല്ലാവരും അണ്ടർസ്കോർ എന്ന് വായിക്കുന്ന അദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടറിൽ ഡോട്ട് എന്നാണ് വരുന്നത്. ഫെഡോറയിലാണെന്ന് പറയുന്നു. ഇനിയിപ്പോ അതിന്റെ പ്രശ്നമാണ്. പക്ഷെ ആർ സ്റ്റുഡിയോയ്ക്കകത്ത് ആ ഡിഫറൻസ് വരേണ്ടതല്ല. അതെ, റീപ്ലേസ് ചെയ്യാൻ പാടില്ല. അത് ഫെഡോറയുടെ ഇഷ്യൂ ആണോ? എനിക്ക് അറിഞ്ഞൂടാ അതിനെ കുറിച്ച്. പക്ഷെ ഇതിൽ ഞാൻ പറഞ്ഞു ആർ സ്റ്റുഡിയോയിൽ ചെയ്യുമ്പോൾ ഇത് രണ്ടും രണ്ട് കമാൻഡാണ്. അതുകൊണ്ട് രണ്ടും ഡിസ്റ്റിംഗ്വിഷ് ചെയ്തില്ലെങ്കിൽ അത് ശരിയാവത്തില്ല. ചിലപ്പോ ആ ലൈബ്രറി ഇമ്പോർട്ടും ചെയ്ത് കാണത്തില്ല. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഈ റീഡ് ഡോട്ട് CS ടാബ് ഒക്കെ ആയിരിക്കും വരുന്നത്. It could be that problem. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആർ സ്റ്റുഡിയോ എല്ലാവരും അത് ചെയ്യുന്നതാണ് നമുക്കൊരു സൗകര്യം. കാരണം യൂണിഫോമിറ്റിയും കോഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. കാണുന്നതാണ്. അപ്പൊ അത് ചിലപ്പം വല്ല ഈ അദ്ദേഹത്തിന്റെ കോഡ് റൺ ചെയ്യുന്നുണ്ട്, ഡിസ്പ്ലേ കാണുന്നതാണ് പ്രശ്നം. അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് അറിഞ്ഞൂടാ. എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ? ഐഡിവേഴ്സ് കറക്റ്റ് ആയിട്ട് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. അണ്ടർസ്കോർ കാണാത്തതാണോ പ്രശ്നം? അതോ അണ്ടർസ്കോറിന് മറ്റെന്തെങ്കിലും കാണിക്കുന്നതാണോ പ്രശ്നം? അണ്ടർസ്കോറിന് പകരം അണ്ടർസ്കോറും ഹൈഫനും ഒക്കെ പീരിയഡ് ആയിട്ടാണ്, അതായത് ഡോട്ട് ആയിട്ടാണ് കാണുന്നത്. അത് എനിക്ക് തോന്നുന്നത് ആ ഫോണ്ടിന്റെ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും. തീമിന്റെ പ്രശ്നമാവാൻ ചാൻസ് ഉണ്ട് ഒരു പക്ഷെ. അതായത് കോഡ് റൺ ആവുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് ഉണ്ടാവുമല്ലോ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കൗണ്ടി സ്പേസ് നെയിം എന്നുള്ള കൗണ്ടി ഡോട്ട് നെയിം എന്ന് കാണിക്കുന്നത്. ദാറ്റ്സ് ഓൾ. ജസ്റ്റ് സ്പേസസ് ആൻഡ് അണ്ടർസ്കോർ റീപ്ലേസ്ഡ് ബൈ ഡോട്ട്. ഐ ഡോണ്ട് നോ. ഞാൻ ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കിക്കോളാം. അണ്ടർസ്കോർ വെച്ച് അടിക്കുന്ന കമാൻഡ് എടുക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ലായിരിക്കും. രണ്ടും എടുക്കുന്നുണ്ട്. ബട്ട് ഓട്ടോഫിൽ ആയിട്ട് വരുന്ന ഡോട്ട് എന്നുള്ള കമാൻഡാണ്. മാത്രമല്ല കൺസോളിൽ കാണിക്കുന്ന സ്പേസുകൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ICU സ്പേസ് COVID-19 സ്പേസ് എന്നുള്ളത് ICU.COVID.19.suspected.patients അങ്ങനെ കാണിക്കുന്നത്. ജസ്റ്റ് ഒരു വിഷ്വൽ കാണുന്നത് അത്രയാണെന്ന് മാത്രമേ. ഓക്കെ ഞാനത് വീണ്ടും പിന്നെ റിപ്പീറ്റ് ചെയ്ത് നോക്കിക്കോളാം. താങ്ക് യു. ഇനി ഒന്നും ഉണ്ടോ? ഇല്ലല്ലോ. വേറെ ഡൗട്ട്സ് ഇല്ലാന്ന് തോന്നുന്നു. നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം. അതെ, അപ്പൊ അടുത്ത ഒരു ചങ്ക് എന്ന് പറയുന്നത് ബേസിക്കലി ടൈഡിവേഴ്സിൽ ചില വാട്ട് ദേ കോൾ വേർബ്സ് ഉണ്ട്. അതായത് നമ്മുടെ ഈ വേരിയബിൾ മാനിപ്പുലേഷനെ സഹായിക്കുന്നതാണ്. അത് ഈ പല കാര്യങ്ങളും ഇപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച ഇൻഡെക്സിങ് സബ്സെറ്റിങ്ങിന്റെ പോലെ തന്നെയാണ്. പക്ഷെ ഇത് കുറച്ചുകൂടെ സൗകര്യമാണ്. അതായത് ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ദാറ്റ്. നമ്മൾ ഈ എന്താ പറയണ്ടേ, സ്ക്വയർ ബ്രാക്കറ്റ് ഒക്കെ ഇടുന്നതിനേക്കാളും കുറച്ചുകൂടെ സൗകര്യമായിട്ട് ചെയ്യത്തര രീതിയിൽ. പിന്നെ അതുപോലെ ഈ ടൈഡിവേഴ്സിന്റെ ഒരു വലിയൊരു ഇൻട്രഡക്ഷൻ ഐ തിങ്ക്
I would even call it a revolutionary innovation. അവർ കൊണ്ടുവന്നത് ഈ സാധനമാണ്, ഈ പെർസെൻറ്റേജ് ഗ്രേറ്റർ ദാൻ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞൊരു സാധനം ഇവിടെ കാണാമല്ലോ. ദാറ്റ് ഈസ് ആക്ച്വലി ദാറ്റ്സ് കോൾഡ് എ പൈപ്പ്. അപ്പൊ ഈ പൈപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇടതുവശത്ത് എഴുതി ഉള്ള സാധനത്തിൽ നിന്ന് യു ടേക്ക് ദാറ്റ് ആൻഡ് ദെൻ ഡു ദിസ് എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ബ്രാക്കറ്റ്സ്, ഈ തുടർച്ചയായിട്ട് ഇങ്ങനെ വലുതായി പോകുന്ന ബ്രാക്കറ്റ്സ് ഒഴിവാക്കാൻ പറ്റും. അപ്പൊ ഇതിങ്ങനെ ഓരോ പൈപ്പ് വെച്ച് മാലമാലയായിട്ട് ഇങ്ങനെ നമുക്ക് പല കമാൻഡ്സും കൊണ്ടുപോകാം. അതാണ് ഈ പൈപ്പ് എന്ന് പറയുന്ന സാധനത്തിന്റെ ഒരു അഡ്വാൻറ്റേജ്. That is available only within the tidyverse. So അതുകൊണ്ട് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പൊ ഇതിലിപ്പോ ഞാൻ ഇതിൽ നിന്ന് എന്താ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഐ എം സെലക്ടിങ് ഓൾ ദ columns, പക്ഷേ ഐ എം ചേഞ്ചിങ് ദ നെയിംസ് ടു സിംപ്ലർ നെയിംസ്. അപ്പൊ ഐ ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്, സെലക്ട് കൗണ്ടി. ഈ കൗണ്ടി നെയിം എന്നാണ് ഇതിന്റെ ഒറിജിനൽ പേര് വേരിയബിളിന്റെ. സോ ഐ എം കോളിംഗ് ഇറ്റ് കൗണ്ടി. സോ കൗണ്ടി ഈക്വൽസ് കൗണ്ടി നെയിം. ഡേറ്റ് ഈക്വൽസ് മോസ്റ്റ് റീസെന്റ് ഡേറ്റ്. അപ്പൊ നമുക്ക് കുറെ ടൈപ്പിംഗ് ഒഴിവാക്കാം, കുറച്ചുകൂടെ ഷോർട്ട്. കൺഫേംഡ് ഈക്വൽസ് ടോട്ടൽ കൗണ്ട് കൺഫേംഡ്. ഡെത്ത്സ് ഈക്വൽ ടോട്ടൽ കൗണ്ട് ഡെത്ത്സ്. കേസസ് ഈക്വൽസ് COVID-19 പോസിറ്റീവ് പേഷ്യൻസ്. ഇത് ഈ വലതുവശത്ത് കാണുന്നതെല്ലാം ഇതിലൊപ്പം ഉള്ള വേരിയബിൾസ് ആണ്. അതിനൊക്കെ പേര് മാറ്റി ഇടതുവശത്തെ പേരുകൾ കൊടുത്തിരിക്കുകയാണ്. കേസസ് എന്ന് മാത്രമേ ഉള്ളൂ ഇതിനിപ്പോൾ. അതിന് പകരം ഇവിടെ COVID-19 പോസിറ്റീവ് പേഷ്യൻസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. കൺഫേംഡ് എന്നുള്ളതിന് ടോട്ടൽ കൗണ്ട് കൺഫേം എന്നുള്ളതിനാണ് കൺഫേംഡ് മാത്രം കൊടുത്തേക്കുന്നത്. അതുപോലെ ICU പോസിറ്റീവ് എന്നുള്ളതെന്ന് മാത്രം കൊടുക്കുകയാണെങ്കിൽ ICU COVID-19 പോസിറ്റീവ് പേഷ്യൻസ്, ICU കോവിഡ്. അപ്പൊ ഇതിൽ ഞാൻ കാണിച്ചേക്കുന്ന ഇവിടെ ഒരു അണ്ടർസ്കോർ യൂസ് ചെയ്തിട്ടുണ്ട്. ആസ് ഐ ടോൾഡ് യു ബിഫോർ, ഈ നമ്മൾ ഒറ്റ പേരായിട്ട് ഇത് ടൈപ്പ് ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് ടിക്ക് മാർക്ക് ഒന്നും കൊടുക്കണ്ട. കാരണം ഈ വിൽ ടേക്ക് നെയിംസ് വിത്ത് അണ്ടർസ്കോർ ഓർ എ പീരിയഡ്. അത് രണ്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നമുക്ക് റീനെയിം ചെയ്യുമ്പോൾ. അപ്പൊ ഇതിൽ ഞാൻ ഇതെല്ലാം റീനെയിം ചെയ്തിരിക്കുകയാണ്, അത്രേ ഉള്ളൂ. ആൻഡ് റീനെയിം ചെയ്തിട്ട് ദെൻ ഐ ഹാവ് സേവ്ഡ് ഇറ്റ് ആസ് ഡാറ്റ. സോ ദാറ്റ് ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഡാറ്റ എന്ന് പറയുന്ന ഡാറ്റാബേസിനെ മാറ്റി ഐ ആം സേവിങ് ദിസ് ആസ് ദ ഡാറ്റ. അപ്പോൾ ഓൾഡ് വേർഷൻ ഇതിൽ നിന്ന് പോകും. ഈ കമാൻഡ് റൺ ചെയ്ത് കഴിയുമ്പോൾ ആ ഡാറ്റ പോയിട്ട് ബി റീപ്ലേസ് ബൈ ദീസ് നെയിംസ്. അതാണ്. സോ ഐ എം ഗോയിങ് ടു റൺ ദിസ് കമാൻഡ്. അപ്പോൾ ഇതെല്ലാം കൂടെ റൺ ചെയ്ത് വന്നു കഴിയുമ്പോൾ താഴെ ഇപ്പം ഇനി വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ നോക്കാം. നെയിംസ് കൊടുത്ത് നോക്കിയാൽ ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പം നമുക്ക് ചെറിയ പേരുകൾ മാത്രമേ ഉള്ളൂ. സോ നൗ വി ഹാവ് റീപ്ലേസ് ദ ഓൾഡ് നെയിംസ് വിത്ത് ന്യൂ നെയിംസ്. അപ്പൊ അതിനാണ് സെലക്ട്. പക്ഷെ സെലക്ടിന് നമുക്ക് എല്ലാ ഇപ്പോൾ വേണമെങ്കിൽ വി ക്യാൻ സെലക്ട് ഓൺലി 2 കോളംസ്, സെലക്ട് ഓൺലി 3 കോളംസ്, ഓർ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ സെലക്റ്റിൽ വേറൊരു സൗകര്യമുള്ളത്, സപ്പോസ് യു വാണ്ട് എവറിഥിങ് എക്സെപ്റ്റ് 1 കോളം. അങ്ങനെയാണെങ്കിൽ സെലക്ട് കൊടുത്തിട്ട് മൈനസ് കൊടുത്താൽ മതി. അപ്പോൾ അത് ഞാൻ ഈ വെറുതെ കമാൻഡ് ഞാൻ റൺ ചെയ്യുന്നില്ല. ഇപ്പോൾ ഡാറ്റ എന്ന് ചെയ്തിട്ട് ടൈപ്പ് ചെയ്തിട്ട് സെലക്ട് മൈനസ് ഏതെങ്കിലും ഒന്നിപ്പോൾ ഡെത്ത്സ് അല്ലെങ്കിൽ ICU സസ്പെക്റ്റഡ് എന്നുള്ള ഇങ്ങനെ ഇത് ഞാൻ റൺ ചെയ്താൽ ഐ എം ഗോയിങ് ടു റൺ ദിസ്. ഐ മീൻ ഓഫ് കോഴ്സ് ബിക്കോസ് ഐ എം നോട്ട് സേവിങ് ഇറ്റ്, ബട്ട് അപ്പൊ ഇതിൽ നമുക്ക് അതിൽ ഇല്ലാതെ അത് മാത്രമായിട്ട്, അപ്പൊ മൈനസിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. മൈനസിനകത്ത് വേണമെങ്കിൽ നമുക്ക് യു ക്യാൻ ഗീവ് C കൊടുത്തിട്ട് ഒരു സീരീസ് ഓഫ് നെയിംസ് കൊടുത്താൽ അതെല്ലാം ഒഴിവാക്കിയിട്ട് സെലക്ട് ചെയ്യും ചെയ്യാൻ പറ്റും. That is select. Select means always column wise in tidyverse. This is a bit different from, I think, നമ്മുടെ ഇതിലൊക്കെ SQL-ലൊക്കെ സെലക്ട് എല്ലാത്തിനും റോ വൈസും എല്ലാം സെലക്ട് തന്നെയാണ്. ഇതിൽ സെലക്ട് എന്ന് പറഞ്ഞാൽ കോളം വൈസ് മാത്രമേ ഉള്ളൂ. So that is how you select. So you can change the names of the columns. You can select selectively. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സെലക്ട് കൂടി ചെയ്യാൻ പറ്റും.
പിന്നെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, യു ക്യാൻ റൺ ദിസ് കമാൻഡ്. വൺ ഇസ് യുണീക്ക് എന്നൊരു കമാൻഡ് ഉണ്ട്. അപ്പോൾ ഇതിൽ ദർ ഇസ് അനദർ തിങ് യു ഹാവ് ടു റിമെമ്പർ. നമ്മളിപ്പോൾ ഇതിലിപ്പോൾ ഐ എം ഗോയിങ് ടു run this command n distinct, n_distinct എന്ന് പറഞ്ഞാൽ ഈ കൗണ്ടി എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ട്, അതായത് കൗണ്ടി നെയിംസ് ആണ്. അപ്പൊ അതിൽ എത്ര ഡിസ്റ്റിങ്ക്ട് കൗണ്ടി നെയിംസ് ഉണ്ട് എന്നറിയാൻ വേണ്ടിയാണ് n distinct റൺ ചെയ്യുന്നത്. അപ്പം അതിലിപ്പോ 59 എത്ര അങ്ങനെ വരും. അല്ലെങ്കിൽ യു ക്യാൻ ടൈപ്പ് ദിസ് യുണീക്ക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ 59 കൗണ്ടിയുടെയും പേരടിച്ചു തരും. അത് യുണീക്ക് കൗണ്ടി നെയിംസ് എന്ന് അറിയാൻ വേണ്ടിയാണ്. So these are and then you can also run the length command. So if you run the length command, you know that it's about കൗണ്ടി നെയിംസ് എന്ന് പറയുന്നത് 4000 കൂടുതലുണ്ട്. പക്ഷെ അതിൽ ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള 59 ഉള്ളൂ, വിച്ച് മീൻസ് ഇറ്റ് ഈസ് ബീൻ റിപ്പീറ്റഡ്. അപ്പൊ അതൊക്കെ അങ്ങനെയൊക്കെ നോക്കാൻ വേണ്ടി ഇങ്ങനെ റൺ ചെയ്ത് നോക്കാം. ഇതിൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ $സൈൻ, അതാണ്. ദാറ്റ് സംതിങ് വി ഹാവ് ടു, ദാറ്റ് ഇസ് ഓൾസോ വെരി ഫണ്ടമെന്റൽ ടു ആർ. അതായത് നമുക്കിപ്പോൾ ഒരു ഡാറ്റാബേസ്, ഡാറ്റാ ഫ്രെയിം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു ഐസൊലേറ്റഡ് ഒരു വേരിയബിൾ, ഒരു കോളം എടുത്തിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിന് ആ ഡാറ്റയുടെ പേര് കൊടുത്ത് ഒരു $സൈൻ കൂടെ കൊടുക്കണം. അപ്പൊ ഞാനിപ്പോ വെറുതെ n distinct കൗണ്ടി എന്ന് കൊടുത്താല് അപ്പൊ ഉടനെ അതിൽ എറർ മെസ്സേജ് വരും. അങ്ങനെ ഒബ്ജക്ട് കൗണ്ടി ഈസ് നോട്ട് ഫൗണ്ട്. കാരണം അതിൽ ഒബ്ജക്റ്റ് ആയിട്ട് ഇരിക്കുന്നത് ഡാറ്റയാണ്. ഡാറ്റയുടെ അകത്തുള്ള ഒബ്ജക്റ്റിനെ അതിന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അതിന് സഹായിക്കാൻ വേണ്ടി there are several ways to overcome this. One is this one: give a $sign, type the data name, then give a $sign, then type the variable name. പിന്നെ ഒരു കാര്യം ചെയ്യാവുന്നത്, നമ്മൾ അറ്റാച്ച് എന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് അറ്റാച്ച് ഡാറ്റ എന്ന് അത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വെറുതെ കൗണ്ടി എന്ന് കൊടുത്താലും കാണിച്ചു തരാം. ഇപ്പൊ അറ്റാച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് അപ്പൊ അത് കൃത്യമായിട്ട് ചെയ്യും. അപ്പോൾ അറ്റാച്ച്, പക്ഷെ അറ്റാച്ചിന്റെ ഒരു ചെറിയ പ്രശ്നം നമുക്ക് വി ഹാവ് ടു കീപ് ദാറ്റ് ഇൻ മൈൻഡ്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അറ്റാച്ച് ചെയ്ത് മറന്നുപോയിട്ട് വേറെ വല്ല ഡാറ്റ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതങ്ങ് പോകും. അപ്പൊ നമുക്ക് പിന്നെ വല്ലതും കമാൻഡ് അടിക്കുമ്പോൾ അത് വരൂല. അപ്പൊ വി വിൽ നോട്ട് റിമെമ്പർ വാട്ട് വി ഹാവ് ഡൺ. അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് എപ്പോഴും ചെയ്യണമെങ്കിൽ എപ്പോഴും ഡാറ്റ എന്നുള്ള സ്ട്രക്ചർ ഫോളോ ചെയ്യുന്നതാണ് നല്ലത്. പക്ഷേ അത് കുറച്ച് കമ്പർസം ആണ്. വെരി ഫ്രാങ്ക്, ഇറ്റ്സ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് എ nuisance, but that is the way it is. So that is distinct command. And next one is arrange. Arrange എന്ന് പറയുന്നത് റോസ് അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. സർ ഒരു സംശയം. പറഞ്ഞു. സാറേ, ഇതിൽ റിസർവ്ഡ് വേർഡ്സ് അങ്ങനെയൊന്നുമില്ലേ? ലൈക്ക് നമ്മളിപ്പോ ഡേറ്റ എന്നോ അല്ലെങ്കിൽ ഡേറ്റ് എന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വേരിയബിൾ നെയിം ആയിട്ടും ഫംഗ്ഷൻ നെയിം ആയിട്ടും എല്ലാം ഉപയോഗിക്കാൻ പറ്റുമോ? ഡേറ്റ് എന്നുള്ളത് ഉപയോഗിക്കാം. അങ്ങനെ റിസർവ്ഡ് ആയിട്ട് ഏതെങ്കിലും ഉണ്ടോ എന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. ഐ നോട്ട് എൻകൗണ്ടേർഡ് എനിത്തിങ്. ഫോർ ഇൻസ്റ്റൻസ് മോഡ് എന്ന് പറയുന്നതിന് ചെറിയ കൺഫ്യൂഷൻ വരാറുണ്ട്. മോഡ് എന്ന് പറഞ്ഞാൽ ആറിനൊരു മോഡ് എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് ഡാറ്റ എന്നുള്ള വാക്കാണ് അത് ഉദ്ദേശിക്കുന്നത്, അതിന്റെ ഫംഗ്ഷൻ. പക്ഷെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ മോഡ് എന്ന് പറയുമ്പോൾ അതിന് വേറെ അർത്ഥമുണ്ട്. അപ്പൊ അത് ചിലപ്പോൾ കൺഫ്യൂഷൻ വരാറുണ്ട്. അങ്ങനെ ചെറുതായിട്ട് വല്ലപ്പോഴും ഉണ്ടാവായിരിക്കും. അല്ല, ചില പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലാണെങ്കിൽ റിസർവ്ഡ് ആയിട്ടുള്ള കുറെ വേർഡ്സ് ഉണ്ടായിരിക്കും. നമുക്കാണെന്നുണ്ടെങ്കിൽ ആ പേര്, ആ വാക്കുകളാണെങ്കിൽ നമുക്ക് ലൈക്ക് വേരിയബിൾസിന്റെ നെയിം ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളത്. ഇതിനകത്ത് അങ്ങനെയൊന്നും ഇല്ല. ഞാൻ ആകെ കണ്ടിട്ടുള്ളത് ഈ രണ്ട് റൂൾസേ ഉള്ളൂ. അതായത് അതിന്റെ ഇടയിൽ യു കാൺ യൂസ് എനി സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എക്സെപ്റ്റ് അണ്ടർസ്കോർ ആൻഡ് പീരിയഡ് എന്ന് മാത്രമേ ഞാൻ വായിച്ചിട്ടുള്ളൂ. വേറെ എന്തെങ്കിലും ഉണ്ടോന്ന് ഞാൻ തപ്പിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ സർ, നെക്സ്റ്റ് ടൈം. ഓക്കെ ഓക്കെ Okay.
സോ അറേഞ്ച് എന്ന് പറയുന്നത് അറേഞ്ച് ഇൻ ഓർഡർ അത്രേ ഉള്ളൂ. അപ്പോൾ അറേഞ്ച് കൺഫേംഡ് ഏത് വേരിയബിളിന്റെ ഓർഡറിലാണോ, ആൻഡ് യൂഷ്വലി ഓഫ് കോഴ്സ് അറേഞ്ച് ഹാസ് ടു ബി ബൈ എ ന്യൂമറിക്കൽ വേരിയബിൾ. അപ്പോൾ അതിന്റെ സ്മോളസ്റ്റ് നിന്ന് ഹയസ്റ്റിലേക്കാണ് അത് അറേഞ്ച് ചെയ്യുന്നത്. ഇപ്പോൾ ഡാറ്റ അറേഞ്ച് എന്ന് പറയുമ്പോൾ ആദ്യത്തേതൊക്കെ 0 ആയിരിക്കും, കാരണം അതാണ് ലോവസ്റ്റ് നമ്പർ. അങ്ങനെ അങ്ങനെ പോകും. നേരെ കുറച്ച് നമുക്ക് മോളിൽ നിന്ന് തുടങ്ങണമെങ്കിൽ ഡിസെൻഡിങ് എന്നുള്ള ഒരു ഇതിനു വേണ്ടി DESC എന്ന് കൊടുത്താൽ ഇറ്റ് സ്റ്റാർട്ട് ഫ്രം ദ ടോപ്പ്. സോ നൗ യു നോ ഇറ്റ് ഇസ്. അപ്പൊ ഇതുപോലെ ഇപ്പോൾ കൺഫേംഡിന്റെ അല്ല ഡെത്സിന്റെ ആണോ വേണ്ടത്, അങ്ങനെ വേണമെങ്കിൽ ഒന്നിൽ കൂടുതൽ സാധനമായിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് ഫോർ ഇൻസ്റ്റൻസ് ഡിസെൻഡിങ്, കൺഫേംഡ് ആൻഡ് ഡെത്സ് രണ്ടും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ ആദ്യം കൺഫേംഡിന്റെയും പിന്നെ അതിനകത്ത് ഡെത്സിന്റെയും അറേഞ്ച് ചെയ്യും. അപ്പൊ അങ്ങനെ യു ക്യാൻ ഇഫ് യു നീഡ് ടു ലുക്ക് അറ്റ് ദോസ് തിങ്സ് യു ക്യാൻ ഡു ലൈക്ക് ദാറ്റ്. പിന്നെ ഇതിൽ നിന്ന് തന്നെ നമുക്ക് വി ക്യാൻ പൈപ്പ് ഫർദർ. ഫോർ ഇൻസ്റ്റൻസ് ലൈക്ക് യു ക്യാൻ ഗോ ഫ്രം ഹിയർ ആൻഡ് ദെൻ ടോപ്പ് അണ്ടർസ്കോർ n എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉണ്ട്. അപ്പൊ ഇതിൽ നിന്ന് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് അതിൽ നിന്ന് ടോപ്പിൽ നിന്ന് എടുക്കുക എന്നുള്ളതാണ്. സോ ഇഫ് യു വാണ്ട് ദ ടോപ്പ് 10 in this, you can just do this. So you get the top 10 arranged in this fashion. So, or top whatever number you want. So top underscore n or another. This is a kind of just to select out the top numbers. So this is another convenient command. So that arrange. So we have looked at select and then arrange, and then the third one is called important verb is called filter. Filter is row wise. So select is column wise and filter is row wise. Appo row wise nammal select cheyumbo filter rows by a logical condition. Usually for instance ipo data filter deaths above 0 പറഞ്ഞ് കഴിഞ്ഞാൽ ഡെത്സ് 0 അല്ലാത്തത് മാത്രം റോസ് എടുക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിന് യു കൻ ഓൾസോ സീ ഹൗ മച്ച്. സോ ആദ്യം 4000 കൂടുതൽ ഉണ്ടായിരുന്നു, but now it has become only 2614. അപ്പൊ ബാക്കി എല്ലാ ദിവസങ്ങളിലും there are only 0 deaths. അപ്പൊ അങ്ങനെ ഏതെങ്കിലും കണ്ടീഷൻ വെച്ചിട്ട് അപ്പൊ ഈ ഫിൽറ്ററിംഗ് കണ്ടീഷൻ ക്യാൻ ബി എനി ലോജിക്കൽ കണ്ടീഷൻ. യു ക്യാൻ എക്സ്റ്റെൻഡ് ഇറ്റ് ബൈ ആൻഡ് ഓർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഈക്വൽ ടു ഫോർ ഇൻസ്റ്റൻസ് ഇപ്പോൾ ഏതെങ്കിലും ഒരു കൗണ്ടി മാത്രം, ലോസ് ആഞ്ചലസ് മാത്രം എന്നൊക്കെ പറയുകയാണെങ്കിൽ filter county. For there we have to give the double equal, and then you have to, if it is by county name, it is a character, so you have to give quotes. So ingane filter ചെയ്താൽ ലോസ് ആഞ്ചലസ് മാത്രം കിട്ടും. So now we have only Los Angeles, so we can subset it. അതിലിപ്പോ 68 numbers ഉള്ളൂ. So you know that that is how it is. So filtering is always by rows, whereas selection is always by column. So these are very important ways of manipulating your data. Filter കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് mutate എന്ന് പറയുന്നതാണ്. Mutate means you add a new variable or convert a variable. അത് നമുക്ക് പുതിയ പേര് കൊടുത്താൽ പുതിയ വേരിയബിൾ ആവും, അല്ലെങ്കിൽ ഉള്ള വേരിയബിളിനെ തിരിച്ച് വേറെ തരത്തിലാക്കണമെങ്കിലും മ്യൂട്ടേറ്റ് ഉപയോഗിക്കാം. അപ്പൊ ഇതിലിപ്പോ നമ്മൾ ഡേറ്റ് വേരിയബിളിനെ ഇപ്പൊ ലൂബ്രിഡേറ്റ് ഇവിടെയാണ് വരുന്നത്. ലൂബ്രിഡേറ്റ് എന്ന് പറയുന്നത് ഒരു പവർഫുൾ സിസ്റ്റമാണ്. എനി ഡേറ്റ് വേരിയബിളിനെ നമുക്ക് ഇതിലിപ്പോ നമ്മുടെ ഡേറ്റ് ക്യാരക്ടർ ആയിട്ടാണ് കാണിച്ചേക്കുന്നത്. So that may create problems. Character ആവുമ്പോൾ അത് ഓർഡറിലൊന്നും വരത്തില്ല. So if you want to convert it into a real date variable, you can use a ഇതിലിപ്പോ നമ്മൾ DMY കൊടുത്തേക്കുന്നത്. DMY തെറ്റാണ്. I think it is MDY. MDY എന്ന് പറഞ്ഞാല് month, date, year. അതാണ് ഇവര് കൊടുത്തേക്കുന്ന ഫോർമാറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്, because it's an American format. So അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ so everything is converted, and here now if you look at this, you see that the date is a date variable. A date variable എന്ന് പറഞ്ഞാൽ അത് ഒരു ന്യൂമറിക്കൽ വേരിയബിൾ പോലെയാണ്. അത് ആദ്യത്തെ ഡേറ്റ് മുതൽ അവസാനത്തെ വരെ ഓർഡറിലാണ് വരുന്നത്. സോ അതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ എത്ര ദിവസം എന്നൊക്കെ ഉള്ളത് ഇതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് പിന്നീട് നോക്കാം.
So a date variable will be given in this format: year first, then hyphen, then the month, then hyphen, then the date. So 2020 ഏപ്രിൽ 1 മുതലുള്ളതാണ് ഇത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഓരോ ആദ്യത്തെ ദിവസം എന്ന് പറഞ്ഞാൽ എല്ലാ കൗണ്ടി, പിന്നെ അടുത്ത ദിവസം അങ്ങനെ ആയിരിക്കും പോകുന്നത്. So this is how it is. So it depends on how it is given. അപ്പൊ നമുക്കത് അറിയണം. അതായത് ഇതിലിപ്പോ നമുക്ക് we know that is American ഇതാണെന്ന് അറിയാവുന്നതുകൊണ്ട് നമ്മൾ MDY എന്ന് കൊടുത്തു. നേരെ മറിച്ച് ഇന്ത്യൻ ഡാറ്റാബേസ് ആണെങ്കിൽ ചിലപ്പോൾ DMY എന്നായിരിക്കും. പക്ഷെ തിരിച്ച് ഇതിൽ വരുമ്പോൾ എപ്പോഴും ഈ ഫോർമാറ്റിൽ വരും. ഇയർ, മന്ത്, ഡേറ്റ് എന്നുള്ള രീതിയിൽ വരും. And these date variables are very important because ഇതിൽ നിന്ന് വേണം നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ഡാറ്റാബേസിൽ ട്രെൻഡ്സ് ഒക്കെ കാണിക്കണമെങ്കിൽ ഡേറ്റ് വേരിയബിൾ ആയിട്ട് തന്നെ വേണം. ക്യാരക്ടർ ആയിട്ട് കിടന്നാൽ we will not be able to manipulate that. So this is very important. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട മാനിപ്പുലേഷൻ എന്ന് പറയുന്നത് ഗ്രൂപ്പിംഗ് ആണ്. ഗ്രൂപ്പിംഗ് ആൻഡ് സമ്മറൈസിങ്. സോ വിച്ച് മീൻസ് to group by a particular category. Category എന്ന് പറയുന്നത് it can be name or it can be even a particular condition or whatever. So ഇതിലിപ്പോ നമുക്ക് വേണമെങ്കിൽ you have two things you can categorize by. That is, one, we can try categorizing by county, and then let us see. So we start with data. Then you may say that group underscore by എന്നാണ് അതിന്റെ കമാൻഡ്. group by county, and then you pipe again. So first group and then summarize. Summarize Z ഉപയോഗിക്കാം, S ഉപയോഗിക്കാം. ഇപ്പൊ നമുക്ക് വേണ്ടത് സപ്പോസ് ഓരോ കൗണ്ടിയിലും ഉള്ള ഇതിൽ ഒരു കാര്യം ഞാൻ ചെയ്തില്ല. ഡാറ്റ എന്നുള്ളതിന് മ്യൂട്ടേറ്റ് ഡേറ്റ് മാറ്റി കഴിഞ്ഞിട്ട് I have to save it because അല്ലെങ്കിൽ ചിലപ്പോൾ അത് പഴയ പോലെ കിടക്കുകയായിരിക്കും. So you won't be able to. So I have to save the mutated date to the old data name. ഇതിൽ വേണമെങ്കിൽ മ്യൂട്ടേറ്റിൽ വേണമെങ്കിൽ ഡേറ്റ് എന്നുള്ളതിന് പകരം എനിക്ക് വേറൊരു പേരും കൊടുക്കാം. സപ്പോസ് I want to keep the old variable, then you give a new name to the new variable. അങ്ങനെയാണെങ്കിൽ അത് ആഡ് ചെയ്തോളൂ. എന്നിട്ട് അതങ്ങനെ സേവ് ചെയ്ത് കഴിയുമ്പോൾ so now I am going to group by county and summarize, and let us summarize and see ഇപ്പോൾ നമുക്ക് possibilities ഉള്ളത് deaths നോക്കാം. ഓരോ summarize ഓരോ കൗണ്ടിയിൽ എത്ര ഡെത്ത് ഉണ്ടായിരുന്നു എന്തെങ്കിലും ഒരു പേര് കൊടുക്കാം. ടോട്ടൽ ഡെത്സ് നോ, let us see just അപ്പോൾ ഇതിലായി പറഞ്ഞു ഇങ്ങനെ പുതിയ പേര് കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ അണ്ടർസ്കോറോ പീരിയഡോ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. So I'm calling it total deaths equals sum of all the deaths. ഗ്രൂപ്പ് ചെയ്തിട്ട് അതിനകത്ത് സം ചെയ്യുന്നതിനാണ് നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കിട്ടും. ഓരോ കൗണ്ടിയിലും ടോട്ടൽ ഡെത്സ് എത്ര, അലമീഡ, ചില കൗണ്ടീസിലൊക്കെ 0 ആണ്, അങ്ങനെ ചിലതിൽ വളരെ ഹൈ ആണ്. അപ്പോൾ അത് that is group by and summarize. So actually this sum this can be many other functions also, which we will look at shortly. Sum ഉപയോഗിക്കാം, mean ഉപയോഗിക്കാം, അങ്ങനെയുള്ള ഏത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷനും ഇവിടെ ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ തന്നെ തിരിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഡാറ്റ ഡേറ്റ് വെച്ച് നമുക്ക് വേണമെങ്കിൽ ഗ്രൂപ്പ് ചെയ്യാം. ഗ്രൂപ്പ് ബൈ date and then നമുക്ക് ഓരോ ഡേറ്റിൽ എത്ര ഇത് വന്നു എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ നൗ വി ഹാവ് ടോട്ടൽ ഡെത്സ്. പക്ഷെ അപ്പൊ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇതിപ്പോ ഇറ്റ് ഇസ് ബിക്കം അനദർ ഡാറ്റാബേസ് പോലെ വന്നു. അപ്പൊ ഇതിൽ നമുക്ക് ഈ രണ്ട് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ, ഡേറ്റും ഗ്രൂപ്പ് ബൈ ഡേറ്റ് ആൻഡ് ടോട്ടൽ ഡെത്സ് എന്ന് പറയുമ്പോൾ ബാക്കിയെല്ലാം പോയി. കൗണ്ടി നമുക്ക് അറിഞ്ഞൂടാ, അതെല്ലാം വി ഹാവ് ലോസ്റ്റ് ഇറ്റ്. സോ ദാറ്റ് ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. പക്ഷേ നമുക്ക് യു ക്യാൻ ഓൾസോ യൂസ് ഗ്രൂപ്പ് ബൈ ഇൻ മോർ ദാൻ വൺ വേരിയബിൾ. സോ വി ക്യാൻ സേ ഗ്രൂപ്പ് ബൈ കൗണ്ടി ആൻഡ് ഡേറ്റ്. അപ്പോൾ അത് വിതിൻ കൗണ്ടി
it will go by date. Now we know each day ഓരോ കൗണ്ടിയിലും each day എത്ര ഡെപ്ത് ഇതാണ് നമുക്ക് വേണ്ടത്. Now we can go on to construct, for instance, if you want, we can actually do a graph or something. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ നോക്കാം. വെറുതെ ജസ്റ്റ് എക്സ്പ്ലോറേറ്ററി ആയിട്ട് നോക്കുവാണെങ്കിൽ ഇതിൽ നിന്ന് അടുത്ത പൈപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അതാണ് ഈ പൈപ്പിന്റെ ഒരു ഗുണം. നമുക്ക് we can go on piping. So I'll just show you how to graph. നമ്മൾ സാധാരണ ഇതിൽ ടൈഡി വേർഡ്സിൽ എപ്പോഴും ഗ്രാഫിങ്ങിന് ggplot എന്ന് പറയുന്ന ഇതാണ് യൂസ് ചെയ്യുന്നത്. പ്ലോട്ടിംഗ് ഓർ ഗ്രാഫിംഗ് software which is part of the tidyverse. ggplot is very good because it shows you very publication quality, നല്ല ഭംഗിയുള്ള ഗ്രാഫ്സ് ബൈ ഡിഫോൾട്ട് വരും. നമുക്ക് കൂടുതൽ മാനിപ്പുലേറ്റ് ചെയ്യാതെ തന്നെ കാണാൻ കൊള്ളാത്ത ഗ്രാഫായിട്ട് വരും. പക്ഷേ ഇത് മാത്രമല്ല, we have other options. We have a base graphics option which is also very straightforward. We have other lattice പോലെയുള്ള ഗ്രാഫിക്സ് ഉണ്ട്. ഇതിലിപ്പോൾ നമുക്ക് ggplot വെച്ച് നോക്കുവാണെങ്കിൽ ggplotന് ഒരു സ്ട്രക്ചർ ഉണ്ട്. ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ടു റിമെമ്പർ. ggplot എന്ന് പറയുന്നത് തന്നെ GG എന്ന് പറയുന്ന ഗ്രാമർ ഓഫ് ഗ്രാഫിക്സ് എന്ന് പറഞ്ഞ ഒരു പുസ്തകമുണ്ട്. ഐ തിങ്ക് ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1999. I mean, it is supposed to be a very classic book on graphics. Grammar of graphics, I mean, I don't know. ഗ്രാഫിക്കിൽ ഒരുപാട് തിയറി ഉണ്ട്. ഗ്രാഫ് തിയറി തന്നെ വലിയൊരു സംഭവമാണല്ലോ ഇപ്പോൾ. അപ്പൊ അതിനനുസരിച്ചാണ് ഈ ggplot ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് we create all the graphs the same structure. That is, first of all, you take the data. ഇതിലിപ്പോൾ ഡാറ്റ നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. The second, you define the aesthetics. Aesthetics എന്ന് പറഞ്ഞാൽ x ഏതാണ് y ഏതാണ്. അപ്പൊ AES എന്ന് കൊടുത്തിട്ട് x equals suppose you saying date and y equals total. അപ്പോൾ എന്നിട്ട് ഇത്രയുമാണ് ഇതിന്റെ ബേസിക് സാധനം. എന്നിട്ട് ഒരു പ്ലസ് ഇടുന്നു. അത് the next layer is your geometry. That is what is the shape of your plot. ഇവിടെ നമുക്ക് വേണ്ടത് ഒരു ലൈൻ ആണ്, അല്ലെങ്കിൽ ഒരു പോയിന്റ് സ്കാറ്റർ പ്ലോട്ട് പോലത്തെ പോയിന്റ് ഉപയോഗിച്ചുള്ള ഗ്രാഫാണ്. അപ്പോൾ യു ക്യാൻ സീ എ ലൈൻ, യു ക്യാൻ ജിയോം ലൈൻ. അപ്പോൾ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. ഗ്രൂപ്പ് കൂടെ കൊടുക്കണം. സോറി, ബിക്കോസ് വി ഹാവ് ഗ്രൂപ്ഡ് ബൈ what is that, county or rather date. ഇതിൽ ചെറിയൊരു പ്രശ്നമുണ്ട് ഈ ഗ്രാഫിന്. not exactly what I wanted. I think because you use two things to group. Anyway, we can see how it is going up. I actually wanted a line, so instead of which it's given a kind of a bar chart over. So I mean, I'll sort it out anyway. So this is how you generally go about it. രണ്ട് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന് ഗ്രൂപ്പ് ചെയ്യാനുള്ള കമാൻഡ്, summarize, and also how to construct the graph. First you put the aesthetics, that is x and y, then you put the geometry, which is the line here. Or you can even let me see if point, there's another thing called geom point, which is okay, it didn't work very well. I think each county is shown separately. Some of them are very explosively growing and others are not. Anyway, these are not very good graphs. Anyway, let us we'll come back to graphs later. This is generally how to show you how to do this. I think you can even, let me see if I can do that. നമ്മുടെ ബേസ് ഗ്രാഫിക്സ് ഉപയോഗിച്ച് ഇത് ചെയ്യാൻ തോന്നുന്നു. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ബേസ് ഗ്രാഫിക്സിലെ കമാൻഡ് നിന്ന് പ്ലോട്ടാണ്. പ്ലോട്ട്, anyway, we will come back to that later.
So this is group by, and group by and summarize. So these are, so we have learned several verbs here. One is first of all selecting variables or columns, and then arranging rows. That is arranging rows according to some order. Either ഏതെങ്കിലും ഒരു particular variable level അനുസരിച്ച് you can use it, you arrange descending or ascending, and then you can filter. Of course, you can use many kind of logical sequences. Either you can pick out counties, or you can pick out logical conditions which should be fulfilled for filtering, or you can, then let's say next thing we have learned is how to mutate. That is how to create new variables using old variables. അതിൽ പലതും ചെയ്യാൻ പറ്റും. ഇപ്പോൾ another thing I can show you is, for instance, suppose data mutate. ഒരുപാട് ഡെപ്ത്സ് ഉള്ള ഒരു suppose I want to create a new variable where high number of deaths, for instance, deaths above 10 is considered as high and others are low. So I can define that as a variable called high. So here I will just, it's about 10. So this is a logical condition. So you will have a new variable called high. പക്ഷെ അത് ഇതിൽ കാണാൻ പറ്റില്ല. അത് കാണണമെങ്കിൽ നമുക്ക് we can do another thing. We can actually put a pipe here and say select high. അപ്പോൾ നമുക്ക് ഈ high എന്ന് പറയുന്നത് ഇതിന് കാണിക്കും. അപ്പോൾ ഓരോ ദിവസവും first is true, false. അപ്പം some of them are true, which means there are more than 10 deaths. Some of them are false, which means the deaths are less than. So we can save this as a new variable. So all the ones will be true, all the true will be ones, and the false will be 0. So we can mutate and create new variables by various means, various commands. പിന്നെ ഉള്ളത് ലാസ്റ്റ് ആയിട്ട് this group by and summarize. That is for grouping by. That is very convenient. We can use the group by summarize for counting also. ഇങ്ങനെ group by and count എന്ന് പറഞ്ഞാല് sorry, that is not what we want. Okay, that command is not right. I'll check it and tell you later. So these are some of the things we can do. Let us come back to that later. So far, any problems or any questions you want to ask? I think we are almost time. തൽക്കാലം നമുക്ക് നിർത്താം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒരു കമന്റ് പറയാനുള്ളത്, കോളം നെയിമില് ഡോട്ട് അപ്പിയർ ചെയ്യുന്നു എന്നൊരു പ്രോബ്ലം പറഞ്ഞില്ലേ? അത് എനിക്കും ഉണ്ടായിരുന്നു. എന്റെ മിസ്റ്റേക്ക്, ആ ഇമ്പോർട്ട് ഡാറ്റാ സെറ്റിൽ 2 ഓപ്ഷൻ ഉണ്ട് ടെക്സ്റ്റ് ഫയലിന്, ബേസ് ഇമ്പോർട്ടും റീഡ് ആർ. ഞാൻ ബേസ് ആണ് ഉപയോഗിച്ചത്, അന്നേരമായിരുന്നു ആ പ്രോബ്ലം.
സെക്കൻഡ് ഓപ്ഷൻ ഉപയോഗിക്കുവാണെങ്കിൽ ഡോട്ട് വരികയല്ലേ? അതെ, റീഡർ ഉപയോഗിക്കണം. അതെ, റീഡർ കറക്റ്റ്. റീഡ് ആർ എന്നുള്ളത് അതെ കറക്റ്റ്, ദാറ്റ് ഇസ് ട്രൂ. അപ്പൊ എനിക്കുള്ള സംശയം, നമ്മള് ഇപ്പൊ നടത്തിയ ഓപ്പറേഷൻസ് എല്ലാം കൺസോളിൽ ആണല്ലോ നമ്മൾ അതിന്റെ റിസൾട്ട് കണ്ടത്. ഇത് ഡയറക്ട്ലി ഒരു ഫയലിലേക്കോ മറ്റോ എക്സ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ സേവ് ചെയ്യാനോ ഉള്ള ഓപ്ഷൻ എങ്ങനെയാണോ? നമുക്ക് ചെയ്യാവുന്നത് ഇപ്പൊ ഞാൻ കഴിഞ്ഞ തവണ ഷെയർ ചെയ്തല്ലോ, വി ക്യാൻ യൂസ് ദ മാർക്ക് ഡൗൺ ഹിയർ. ഇതിലിവിടെ മാർക്ക് ഡൗൺ അല്ല, ഇതിലിപ്പോ നമുക്ക് ഏറ്റവും എളുപ്പം മാർക്ക് ഡൗൺ ഉണ്ട്. മാർക്ക് ഡൗൺ ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാവുന്നത് ഇത് റൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൽ ഫയൽ കൊടുത്തിട്ട് ഫയലില് കമ്പൈൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നിറ്റ് ഡോക്യുമെന്റും ഉണ്ട്, കമ്പൈൽ റിപ്പോർട്ടും ഉണ്ട്. അതിൽ ഏറ്റവും എളുപ്പം കമ്പൈൽ റിപ്പോർട്ടാണ്. കമ്പൈൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ഫോർമാറ്റും MS Word ആയിരിക്കും ഏറ്റവും ആളുകൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ MS Word ഷെയർ ചെയ്തത്. പിന്നെ PDF സം റീസൺ ഇറ്റ്സ് നോട്ട് റണ്ണിങ് ബിക്കോസ് ഐ തിങ്ക് PDF ഡിമാൻഡ്സ് ലേറ്റക് എന്തോ ഒരു ഫയൽ വേണമെന്ന് പറയുന്നു. അപ്പൊ അതെന്റെ ഇല്ലെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും അത് വർക്ക് ചെയ്തില്ല. പക്ഷേ വേർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ വേർഡിലോട്ട് മാറ്റി കഴിയുമ്പോൾ അതിൽ ഈ സകല കമാൻഡും അതിന്റെ ഒപ്പം അതിന്റെ ഔട്ട്പുട്ടും കൂടെ വരും. അതാണ് പിന്നെ ഞാൻ എഡിറ്റ് ചെയ്ത് ഷെയർ ചെയ്തത്. അപ്പൊ അതാണോ ഉദ്ദേശിച്ചത്? അത് മാത്രമല്ല, നമ്മളിപ്പോ മാനിപ്പുലേറ്റ് ചെയ്ത ഡാറ്റ എനിക്ക് ഒരു ഡാറ്റാബേസ് ഫയലാക്കി. ഡാറ്റ ഫയൽ ആക്കാൻ റൈറ്റ് ഫയൽ എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. അത്ര ഞാൻ ഷുവർ അല്ല. റോബർട്ടിന് അല്ല ഡെനിസിന് അറിയാമെങ്കിൽ പറയാം. അത് CSV വെച്ച് നമുക്കത് നമ്മൾ ജനറേറ്റ് ചെയ്ത പുതിയ ഡാറ്റ ഫയൽ ഡിസ്കിലോട്ട് റൈറ്റ് ചെയ്യാൻ പറ്റും. റൈറ്റ് CSV അല്ലേ? write.csv. അതെ, അതാ പറഞ്ഞു. അങ്ങനെ കുറെ റൈറ്റ് ഫയൽസ് ഉണ്ട്, റൈറ്റ് കമാൻഡ്സ് ഉണ്ട്. അത് CSV ആണെങ്കിൽ റൈറ്റ് CSV ആണെന്ന് തോന്നുന്നത്. മറ്റ് ക്വസ്റ്റ്യൻസ്, സജഷൻസ്? സാർ, അതുപോലെ ഈ ക്ലാസ്സിന് യൂസ് ചെയ്ത ഈ സ്ക്രിപ്റ്റ് ഫയൽ ആണെന്നുണ്ടെങ്കിൽ സാർ ഒന്ന് ഷെയർ ചെയ്യാൻ വരുന്നെങ്കിൽ ഞങ്ങൾക്ക് വീണ്ടും ടൈപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്ന് റിഫ്രഷ് ചെയ്യാനോ നല്ലതായിരുന്നു. ഓക്കെ, അപ്പൊ അതായത് അപ്പാർട്ട് ഫ്രം ദ വേർഡ് ഫയൽ യു വാണ്ട് ദ സ്ക്രിപ്റ്റ് ഓൾസോ അല്ലേ? ആ സ്ക്രിപ്റ്റ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പം ഞങ്ങൾക്ക് ഇമ്പാണെങ്കിൽ ഇമ്പോർട്ട് തന്നെ ചെയ്യാൻ പറ്റുമല്ലോ നമുക്ക്. അത് രണ്ടും ഷെയർ ചെയ്യാം. ചെറിയൊരു എഡിറ്റിംഗ് നടത്തിയിട്ട് ഞാൻ നാളെ ഷെയർ ചെയ്യാം. അതുപോലെ ഓക്കെ സർ. വല്ലതും ഉണ്ടോ? അപ്പൊ അടുത്ത ദിവസം എന്നാന്ന് നമുക്ക് തീരുമാനിച്ചിട്ട് പിരിയാം. എനിക്ക് തോന്നുന്നു ഫ്രൈഡേ കുഴപ്പമൊന്നുമില്ല. ബാക്കിയുള്ളവരുടെ Friday is okay with me. I mean, no problem. എല്ലാവർക്കും സൗകര്യം? ഫ്രൈഡേ പ്രശ്നമുണ്ടോ? ഫ്രൈഡേ പറഞ്ഞ എന്താന്ന് വെച്ചാല് നമുക്ക് ഈ ദിവസങ്ങൾ തിരക്കായതുകൊണ്ട്, വർക്കിംഗ് ഡേയ്സ് ആയതുകൊണ്ട് ഒരു ഗ്യാപ്പ് കിട്ടുന്നില്ല ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ, ചെയ്തു നോക്കാൻ, പ്ലസ് നമുക്കിത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ, കോർഡിനേറ്റ് ചെയ്യാനൊക്കെ. അപ്പം എനിക്ക് ഫ്രൈഡേ കഴിഞ്ഞിട്ട് പിന്നെ വേണമെങ്കിൽ 2 ദിവസത്തെ ഗ്യാപ്പിൽ പെട്ടെന്ന് ചെയ്യാം. കാരണം വീക്കെൻഡ് ആകുമ്പോൾ നമുക്ക് പ്രശ്നമുണ്ട്. അതെ, അങ്ങനെ ഫ്രൈഡേ എനിക്ക് പ്രശ്നമില്ല. അതുപോലെ അറ്റൻഡ് ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഫോളോ ചെയ്യുക. അതിനകത്ത് ആണ് അപ്ഡേറ്റ്സ്, സജഷൻസ് ഒക്കെ പിന്നീട് വരും. പിന്നെ ഫോളോ അപ്പ് ഡിസ്കഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ എൻഗേജ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ ഇന്ററാക്ഷൻസോ ക്ലാരിഫിക്കേഷൻസോ അല്ലെങ്കിൽ ടെക്നിക്കൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ സാർ. അതുപോലെ അതുണ്ടെങ്കിൽ ഹോംവർക്കും വേണം. അല്ല, ഹോംവർക്ക് അല്ല, സത്യം എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിന് വേണ്ടിയിട്ട് റീഡിങ്ങോ അങ്ങനെ വല്ലതും വേണമെന്നുണ്ടെങ്കിൽ സാർ നേരത്തെ ഒന്ന് സജസ്റ്റ് ചെയ്താൽ, ലൈക്ക് നോട്ട് വെരി ലോങ് ഓർ എനിത്തിങ് ലൈക്ക്, അപ്പൊ എല്ലാവർക്കും ഒരു റിഫ്രഷിങ് ചെയ്യാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ടാവും. അതുപോലെ ഡാറ്റാബേസ് ഫയൽ നേരത്തെ തന്നെ നമുക്ക് കൊടുക്കുവാണെങ്കിൽ, ഡാറ്റ ഫയൽ അടുത്ത ഇതിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഡാറ്റ ഫയല് നാളെ തന്നെ ഇടുകയാണെന്നുണ്ടെങ്കിൽ അവരതൊക്കെ ഒന്ന് ഫെമിലിയർ ആയിട്ട് അതിൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തിട്ടൊക്കെ വരുവാണെങ്കിൽ അതൊരു അസൈൻമെന്റ് ആയിട്ട് കൊടുക്കുകയും ചെയ്യാം. അതിനുശേഷം സാറിന് പറയാനുള്ള കാര്യം
അതിനെ ബേസ് ചെയ്ത് പറയുന്നത്. അത് ട്രൈ ചെയ്യാം ശരിയാ. ദാറ്റ്സ് എ ഗുഡ് സജഷൻ. CSV തന്നെ CSV ഫോർമാറ്റിൽ തന്നെ ഷെയർ ചെയ്യാം. അപ്പൊ എല്ലാവർക്കും അറിയാമല്ലോ ഇത് ചെയ്യണോ. എന്നിട്ട് ഞാൻ അത് പറയാം, അസൈൻമെന്റ് പോലെ കൊടുത്തിട്ട് പിന്നെ അതിൽ നിന്ന് നമുക്ക് മുമ്പോട്ട് പോവാം.